കൽപ്പറ്റ സിവിൽ സ്റ്റേഷനും കോടതിക്കുമൊക്കെ സമീപത്താണ് വിനോദിൻ്റെ ലഞ്ച് ഹൗസ്. ഉച്ചഭക്ഷണം മാത്രമാണ് നൽകുന്നത്. ഉത്രാടത്തലേന്ന് ഹോട്ടലിലെത്തിയ എല്ലാവർക്കും സൗജന്യ സദ്യയാണ് വിളമ്പിയത്. 12 വർഷത്തിലധികമായി ഓണക്കാലത്തെ ഒരു പതിവാണിത്. ഈ സദ്യ ഇങ്ങനെ കൊടുക്കുന്നത് 12 വർഷം. ഹോട്ടലിൽ നമ്മളെ സന്ദർശിക്കുന്ന നമ്മളെ കസ്റ്റമേഴ്സ്, അവരോടുള്ളൊരു ബഹുമാനം. എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കില്ലേ, അപ്പോൾ ആ ഓണത്തിൽ നമ്മളും പങ്കുചേരുക. നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മളെ കച്ചവടം ഹോട്ടലിൽ നിലനിർത്തുന്നവരല്ലേ, അവർക്ക് ഒരു ദിവസം അവർക്ക് സദ്യ കൊടുക്കുക എന്നുള്ളതാണ്. മന്ത്രിമാരുൾപ്പെടെ ഊണ് കഴിക്കാനെത്താറുള്ള ലഞ്ച് ഹൗസിൽ ഓണസദ്യ കഴിക്കാനും നല്ല തിരക്കായിരുന്നു. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണം പോലെ ഇവിടുത്തെ ഭക്ഷണം ഏറ്റവും മനോഹരമായി കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഉദ്യോഗസ്ഥന്മാർ, സാധാരണക്കാർ, ആശുപത്രിയിൽ വരുന്നവർ തുടങ്ങിയ എല്ലാവരും ഇവിടെ വരും. ഓണത്തോടനുബന്ധിച്ച് ഒരു ഓണസദ്യ വിനോദൻ്റെ വക പൊതുസമൂഹത്തിന് മുഴുവനായിട്ടുണ്ടാവും. ആ ഓണസദ്യക്ക് ഞങ്ങൾ വീണ്ടും ഇവിടെ വിനോദൻ്റെ കടയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 25 വർഷത്തോളമായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇവിടെ വന്നു യാദൃശ്യമായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല മനോഹരമായ ഫുഡാണ്. ഓണത്തോടെ എല്ലാവിധ ഐറ്റങ്ങളുണ്ട്. ഏകദേശം ഒരു 13 ഐറ്റം ഉണ്ട്. നല്ല ഭക്ഷണമായിരുന്നു. ഓണത്തിന് കേവലം ഒരു ഓണസദ്യ നൽകുന്നതിനപ്പുറത്തേക്ക് 365 ദിവസവും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും കൂടിയിട്ടുള്ള നല്ല ഭക്ഷണം കിട്ടും. പ്രത്യേകിച്ച് ഓണമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ നല്ല രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളാണ് സദ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ഓണസദ്യ കഴിക്കാൻ പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. അറിയാതെ എത്തിയവരും വയറ് നിറയെ സദ്യ കഴിച്ച് മടങ്ങി. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ, ഈ ഓണക്കാലത്ത് നന്മയുടെ സ്നേഹത്തിന്റെയൊക്കെ ഒരു മാതൃകയായിട്ട് വിനോദേട്ടനെ നമുക്ക് മുന്നിലേക്ക് വെക്കാമല്ലേ? 12 വർഷത്തിലധികമായിട്ട് അദ്ദേഹം തുടരുന്ന ഒരു പതിവാണ്. ശരിക്കും പറഞ്ഞാൽ ആ സദ്യക്ക് സ്വാദൊരല്പം കൂടുതലായിരിക്കും. ഈ ലഞ്ച് ഹൗസ് എന്ന് പറയുന്ന ഹോട്ടൽ കൽപ്പറ്റ കലക്ട്രേറ്റിൻ്റെയും അതുപോലെ കോടതിയുടെയും SP ഓഫീസിൻ്റെയൊക്കെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെ വിനോദേട്ടന് സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, വക്കീലന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മന്ത്രിമാരായിരിക്കുമ്പോഴും ഒക്കെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായി വിനോദേട്ടൻ്റെ ഒരു ശീലമാണ് ഓണത്തിനൊരു സദ്യ. അത് സ്ഥിരം വരുന്ന ആളുകളെയൊക്കെ തലേന്ന് വിളിച്ചു പറയും. മറ്റുള്ളവരല്ലാതെ വരുന്നവർക്കും സദ്യയുണ്ട്. അന്ന് ആർക്കും ബില്ലില്ല. അപ്പോൾ മുമ്പ് നമ്മളെയൊക്കെ വിളിക്കും, കമലെ നാളെ ഷൂട്ട് എവിടെയാണെങ്കിലും ഉച്ചയാകുമ്പോൾ ഇങ്ങ് എത്തണേ, ഓണസദ്യയാണ് നാളെ, നമ്മുടെ സദ്യയാണെന്ന് പറയും. അത് വർഷങ്ങളായിട്ടുള്ള പതിവാണ്. അങ്ങനെ ഇത്തവണയും ഉത്രാടത്തിൻ്റെ തലേന്ന് സദ്യ ഒരുക്കി ടി സിദ്ദിഖ് MLA-യും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ അടക്കമുള്ളവർ വന്ന സദ്യ ഉണ്ട് മടങ്ങി. അതോടൊപ്പം വഴി യാത്ര ഹൈവേയുടെ അരികിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി വരുന്നവർ ഉൾപ്പെടെ ഓണസദ്യ കഴിക്കാനുണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറയെ സദ്യ കഴിച്ചാണ് മടങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ മുമ്പൊക്കെ എല്ലാ വർഷവും നടത്താറുണ്ട്. മുമ്പൊന്നും വാർത്തയാക്കണമെന്ന് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ ആലോചിച്ചപ്പോൾ ഒരുപാട് ഹോട്ടലുകളും മെസ് ഹൗസുകളും ഒക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ മറ്റാർക്കും ഇങ്ങനെ ഒരു കാര്യം തോന്നാറില്ലല്ലോ. ഒരു ദിവസം ഓണത്തോടനുബന്ധിച്ചൊരു സദ്യ, അന്ന് ഹോട്ടലിൽ വരുന്ന ആർക്കും ബില്ലില്ല. ശരിയാണ്. അതുകൊണ്ടാണ് കമൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എല്ലാ തവണയും ആ ഹോട്ടലിൽ കയറി കഴിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇത്തവണ സദ്യക്ക് സ്വാദൊരൽപ്പം കൂടുതലായിരിക്കും. എല്ലാ തവണയും വരുന്നവർക്കും അറിയാമല്ലേ, ഇത്രയും കാലമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന രീതിയാണ്. അടുത്തറിയാവുന്നവർക്കെല്ലാം ഇപ്പോൾ കമൽ തന്നെ പറഞ്ഞു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത്. നമ്മൾ ഈ ഓണക്കാലത്തൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ സദ്യ വാങ്ങുന്ന ഒരു കാലം കൂടിയാണല്ലേ. അതിനിടയിലാണ് ഒരു മനുഷ്യൻ ഓണത്തിന്റെ ഒരു ദിവസം എല്ലാവർക്കും സൗജന്യമായിട്ട് സദ്യ നൽകുന്നത്. അത് സ്നേഹസദ്യ കൂടിയാണ്. ശരി കമൽ.